10 വയസ്സായ കുട്ടികൾക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്യണമല്ലോ. അപ്പോൾ ബേബി കുട്ടിക്ക് ആ സുദിനം വന്നെത്തി. ഒക്ടോബറിൽ അവൾക്ക് 10 വയസ്സായി. അപ്പോൾ അതിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകുന്ന രംഗമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ വേദുവിന് ഒറ്റ നിർബന്ധം, കാറിലേ പോവുള്ളൂ. എന്താണ് ഈ പത്രാസുകാരൻ. അപ്പം എന്നാൽ കാറിൽ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. കറുകപ്പത്തൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഇവനോട് ഞങ്ങൾ 100 വട്ടം പറഞ്ഞതാ വരണ്ടാന്ന്. അപ്പോൾ അവൻ ഒറ്റ നിർബന്ധം, ചേച്ചീൻ്റെ ഇഞ്ചക്ഷൻ സൂചി കുത്തുന്നത് കാണാൻ അവൻ എന്തായാലും വരണമെന്ന്. അപ്പോൾ ഞങ്ങൾ പോയി. അപ്പോൾ അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പ്രശ്നം വെച്ചാൽ ഇവൾക്ക് കുത്തിവെച്ച സമയത്തൊക്കെ ഉള്ള ബുക്ക് കാണാനില്ല. അപ്പോൾ അവർ പറഞ്ഞു ബുക്കില്ലാതെ ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റില്ല, അത് അവർക്ക് തന്നെ അത് പ്രശ്നമാവുമെന്ന്. അപ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി OP പോയിട്ട് ഡോക്ടറെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണിച്ചു കേട്ടോ. എന്താ സംഭവം അറിയില്ല. ശരിക്കും അവർ പറഞ്ഞത് ശരിയാണ്. കാരണം അത് ബുക്കില്ലാതെ പറ്റില്ല ഇഞ്ചക്ഷൻ ചെയ്യാൻ. പിന്നെ വല്ല പ്രശ്നം വന്നാൽ അവർക്കല്ലേ കുറ്റം ഉണ്ടാവുക, നമ്മളങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു, എല്ലാ ഇഞ്ചക്ഷനും വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്തു കേട്ടോ. അപ്പോൾ ആശാവർക്കറോട് ഇനി ചോദിക്കണം ആ ബുക്കും എന്തെങ്കിലുമൊക്കെ തരണം എന്ന് പറയാൻ. അപ്പോൾ അത് ആ 10 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ കയ്യിലാണ് കേട്ടോ. അപ്പോൾ അവൾ ആദ്യമൊക്കെ ഇങ്ങനെ പേടിയാവേണ്ട, 5 വയസ്സിൻ്റെ ഇഞ്ചക്ഷനൊന്നും അവൾക്ക് ഒരു പേടി പറഞ്ഞ സംഭവം അടുത്തു കൂടെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ പറയണം എന്തിനാ ഇപ്പോൾ പേടിക്കണത് നവമി, എന്താ രാവിലെ കഴിച്ച്. അപ്പോൾ അവൾ വേദന കൊണ്ട് പുളകിതയായിട്ട് പറയായിരുന്നു തൊട്ട് തോൽപ്പിട്ടുണ്ട്. അപ്പോൾ അവൾ പറയാം അമ്മ വീഡിയോ എടുക്കണ്ടെന്ന്. പിന്നെ പറയാം എന്താടി വീഡിയോ എടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ പേടിക്കണോ അമ്മ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. വേദന ഉണ്ട്, കാരണം 10 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ വേദന ഉണ്ടാവും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. കൈ പൊന്തിക്കണം, അതുപോലെ തന്നെ താഴ്ത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൈ ഇങ്ങനെ മടക്കി പിടിക്കരുത്, അപ്പോൾ പെയിൻ കൂടും. അപ്പോൾ തന്നെ ചെന്നുകൊണ്ട് തന്നെ മരുന്ന് പാരസെറ്റമോൾ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊടുത്തു. കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തോളും. അപ്പോൾ അവളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തന്നെ ഇഞ്ചക്ഷൻ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ആ മുഖമൊക്കെ അങ്ങനെ. അപ്പോൾ അത് ഏട്ടൻ വന്ന് കഴിഞ്ഞു എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ അവിടെ ഇപ്പോൾ വരാം, അവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കിളികളുടെ ഒക്കെ ഒരു ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇവിടെ പോയി എപ്പോഴും ആ കിളികളേനെ കാണാൻ നല്ല രസമാണല്ലോ. പണ്ടത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലും നല്ല ടിപ്പാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എന്ത് ആവശ്യത്തിന് പോയാലും അവിടെ ഡോക്ടേഴ്സും ഉണ്ട്, എല്ലാ മരുന്നുകളും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് അല്ലേ വരുന്നത്, ഇന്ന് 24-ാം തീയതി ആണല്ലോ. അപ്പോൾ എന്നാൽ ക്രിസ്മസ് കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയൊരു പ്ലം കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. 170 രൂപയൊക്കെയാണ് കേട്ടോ ഇതിന്. 100 രൂപ വേറെ ഈ ഒരു ചെറുതിന് 100 രൂപ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൽ അവൾക്ക് പറഞ്ഞു അത് വേണ്ട മറ്റേത് മതി പറഞ്ഞപ്പോൾ ഒരു കേക്ക് വാങ്ങി. പിന്നെ എന്തോ 2 സ്നാക്സും വാങ്ങിയിട്ട് തൊപ്പി വേണമെന്ന് പറഞ്ഞു രണ്ടാൾക്ക്. അപ്പോൾ ഒരു 20 രൂപ കേട്ടോ ഒരു തൊപ്പിക്ക്. അങ്ങനെ 2 തൊപ്പിയും വാങ്ങി വീട്ടിലേക്ക് പോയിട്ട് പോകും വഴി അമ്മയ്ക്ക് പൊട്ട് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ട് വാങ്ങി, അമ്മയ്ക്കൊരു പൊട്ട് വാങ്ങി, എനിക്കൊരു ബ്ലാക്ക് ചെറുതും വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇപ്പോൾ ബേബി ആ മരുന്നൊക്കെ കഴിച്ച് കൈ എക്സസൈസ് ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി എന്തായാലും പനിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, സ്കൂൾ പൂട്ടിയ ടൈം ആയതുകൊണ്ട് നമുക്ക് അത്ര പേടിക്കാനില്ല. ഇനിയിപ്പോൾ സ്കൂൾ അവർക്ക് 29-ാം തീയതിയാണ് തുറക്കുക. അപ്പോൾ നിങ്ങളൊക്കെ 10 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ വെച്ചെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.